ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ ഒരു നവീകരണ വർഷങ്ങളിൽ കേരള കത്തോലിക്ക മെത്രാൻ സമിതി കേരള സഭയെ നവീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനാൽ ഷാലോം TV വലിയ ഒരു ശുശ്രൂഷ ചെയ്യുന്നത് കേരള സഭ ജ്വലിക്കണം, വൈബ്രൻ്റ് സഭയായി മാറണം, തീഷ്ണതയുള്ള സഭയായി മാറണം, എ ചർച്ച് ഫോർ ദ പുവർ ഓഫ് ദ പുവർ ആയിട്ട് മാറണം, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സഭയായി മാറണം, സഭ അൻ ഔട്ട് ഗോയിങ് സഭയായിട്ട് മാറണം, കർത്താവുള്ള കർത്തൃ ശുശ്രൂഷയായി എല്ലാവരുടെ അടുത്തേക്ക് പോകുന്ന സഭയായി മാറണം. അങ്ങനെ അഭിവന്യ നമ്മുടെ മെത്രാന്മാര് കേരള സഭ നവീകരിക്കണമെന്ന് ആഗ്രഹിക്കുക. അപ്പോൾ മെത്രാന്മാരോട് ചേർന്ന് അവരുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഷാലോം ടെലിവിഷൻ പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നത്. 1,00,000-ലധികം വരുന്ന ജപമാല യജ്ഞത്തിലൂടെ ലോകം മുഴുവനുമുള്ള കേരളീയര് പരിശുദ്ധ അമ്മയുടെ തലയിൽ ഒരു പുഷ്പകിരീടം വയ്ക്കുകയാണ്. അതിൽ നാം ഓരോരുത്തരും, ഈ വചനം കേൾക്കുന്നവര്, ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവര്, ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം അതിൻ്റെ ഭാഗങ്ങളായിട്ട് മാറുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എന്തിനാണൊരു നവീകരണം? എല്ലാവരും ചോദിക്കുന്ന എന്തിനാ ഒരു നവീകരണം? ആദ്യത്തെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഇടയിലുള്ള ഭിന്നതകളാണ്. ആദിമ ക്രൈസ്തവ സഭയും അത്തരത്തിലുള്ള ഭിന്നതകൾ അവർ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അതിനെ അവർ അഭിമുഖീകരിച്ചത്. പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും അഭിഷേകം കൊണ്ടും ആ ഭിന്നതകളെല്ലാം ഇല്ലാതാക്കാനായിട്ട് സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ഭൗതിക ശരീരമാണ് സഭ. വചനം 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-ാമത്തെ വചനത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലേയോയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. തർക്കങ്ങളുണ്ടെന്ന്. ഞാൻ പൗലോസിൻ്റെതാണ്, ഞാൻ അപ്പോളസിൻ്റെതാണ്, ഞാൻ കേപ്പയുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. അപ്പം നമ്മളിലുള്ള ഭിന്നതകളെ പൗലോസ്ലീഹ എടുത്തു കാട്ടുക. എന്നിട്ട് പൗലോസ്ലീഹ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരാണ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? ക്രിസ്തുവാണ് ക്രൂശിക്കപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഭിന്നതകള്, സഭ നേരിടുന്ന മറ്റ് വെല്ലുവിളികൾക്കെല്ലാം അതിനെ അതിജീവിക്കാനായിട്ട് നാം പരിശുദ്ധ അമ്മയുടെ സഹായം തേടുകയാണ്. കുറെ വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം അതിരൂപതയുടെ ബസിലിക്ക പള്ളിയിൽ 2002 ഫാത്തിമയിൽ നിന്ന് കൊണ്ടുവന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ തിരുസ്വരൂപ പ്രയാണ സമയത്ത് അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് എറണാകുളം അതിരൂപതയുടെ ബസിലിക്ക പള്ളിയിൽ സ്വീകരണം കൊടുത്തു. ആ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപ സ്വീകരണ സമയത്ത് അന്നത്തെ കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ പിതാവ് അവിടെ ഉണ്ടായിരുന്ന വൈദികരോട്, അവിടെ ഉണ്ടായിരുന്ന സന്യസ്തരോട്, അൽമായരോട് പറഞ്ഞു, മക്കളെ, പരിശുദ്ധ അമ്മയുടെ രൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ അമ്മയെ എത്ര സ്തുതിച്ചാലും അധികമാകില്ല. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ മാറാനുള്ള വഴിയാണ് ആ കർദിനാള് മാർ വർക്കി വിധേയത്തിൽ പിതാവ് ചൂണ്ടിക്കാണിച്ചത്. മക്കളെ, പരിശുദ്ധ അമ്മയുടെ രൂപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ അമ്മയെ എത്ര സ്തുതിച്ചാലും അധികമാവില്ല. കാരണം നമ്മുടെ അമ്മയായി ഈശോ നമുക്ക് ഈ അമ്മയെ നൽകിയിരിക്കുന്നു. വിധേയത്തിൽ പിതാവിൻ്റെ വാക്കുകളാ, മരിക്കുന്നതിന് അല്പം മുൻപ് ഈശോ ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് ആ നിമിഷങ്ങളിൽ നമുക്ക് നൽകിയ ഇതാ നിന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി നൽകുകയാണ്. ഈ ദിവസങ്ങളിലെ വചനപ്രഘോഷണങ്ങളിലെല്ലാം ഈ വചനങ്ങൾ നാം പലതവണ ആവർത്തിക്കുന്നുണ്ട്. പല വചനപ്രഘോഷകരും ഈ ഭാഗമെടുത്ത് നമ്മളോട് വചനം പറഞ്ഞു. ഇതാ 2002 വർക്കി വിധേയത്തിൽ പിതാവ് ആ വചനം ഉപയോഗിച്ചിട്ട് തുടർന്ന് പറയുകയാണ്, ഈ അമ്മയുടെ പ്രത്യേക ശബ്ദമുയർത്തി പറഞ്ഞു, ഈ അമ്മയുടെ
പ്രാർത്ഥന വഴിയാണ്, മാധ്യസ്ഥം വഴിയാണ് നാം എല്ലാവരും കർത്താവിങ്കിലേക്ക് പോകുന്നത്. ഒരേ ഹൃദയവും ഒരേ ആത്മാവും ഒരേ കർത്താവും, നാം എല്ലാവരും ആ കർത്താവിങ്കിലേക്ക് പോകുന്നത്. ആ വർക്കിവിധേയത്തിൽ പിതാവ് സ്വരമുയർത്തി പറഞ്ഞു, ഈ അമ്മയുടെ, നമുക്ക് ദാനമായി ലഭിച്ച ഈ അമ്മയുടെ പ്രാർത്ഥന വഴിയാണ്, ഈ അമ്മയുടെ സഹായം വഴിയാണ് നാം എല്ലാവരും കർത്താവിങ്കിലേക്ക് എത്തുന്നതെന്ന് വർക്കിവിധേയത്തിൽ പിതാവ് പറയാം. അപ്പം നമ്മളിപ്പോഴും പഴയ നമ്മുടെ പിതാക്കന്മാരെയൊക്കെ ഓർക്കുന്ന കാലഘട്ടമാണ്. കാരണം കേരള സഭയെ നയിച്ച അനവധിയായ വിശുദ്ധരായ മെത്രാന്മാർ നമുക്കുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ പ്രാർത്ഥനാ ശക്തി അനുഭവിച്ച 2 പാപ്പാമാരെ കുറിച്ച് വരാപ്പുഴയുടെ അതിരൂപതയുടെ മുൻ മെത്രാനായിരുന്ന കേട്ടോ, നമുക്ക് പഴയ മെത്രാന്മാരൊക്കെ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. കൊർണോലിയൂസ് പിതാവ്, വരാപ്പുഴ അതിരൂപതയുടെ മെത്രാനായിരുന്ന ആർച്ച് ബിഷപ്പ് കൊർണോലിയൂസ് പിതാവ് 2 പാപ്പാമാരുടെ ജീവിതങ്ങളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, മക്കളെ, മാതാവിൻ്റെ സഹായത്തിൻ്റെ ശക്തി ഏതൊരാവശ്യത്തിലും ഏതൊരു അത്യാഹിതത്തിലും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുക. കൊർണേലിയൂസ് പിതാവ് എഴുതിയ ആ ലേഖനത്തിൽ 1-ാമത്തെ പാപ്പ 12-ാം പിയൂസ് പാപ്പയാണ്. 12-ാം പിയൂസ് പാപ്പയുടെ കാലത്ത് 2-ാം ലോക മഹായുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. പാപ്പ പെട്ടെന്നൊരു ദിവസം അറിയുകയാണ്, ഇതാ 2 ഉഗ്രശക്തികൾ യുദ്ധം ചെയ്യുന്നതിന് റോമ പട്ടണത്തെ തിരഞ്ഞെടുത്തിരിക്കുക. റോമ പട്ടണത്തിൽ വെച്ച് 2 ഉഗ്രശക്തികൾ യുദ്ധം ചെയ്യാൻ പോകുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലും ഞാൻ റോമിൽ പോയി. റോമിലുള്ള സഭയുടെ കേന്ദ്രം, അവിടെയുള്ള പള്ളികൾ, അവിടെയുള്ള വിശ്വാസത്തിനെ നമ്മളെ തീക്ഷ്ണമതികളാക്കുന്ന കുറേ സ്മാരകങ്ങൾ, വത്തിക്കാൻ ബസിലിക്ക, പരിശുദ്ധാത്മാവിൻ്റെ ദേവാലയം, ഈശോയുടെ ദേവാലയം, അങ്ങനെ മരിയ മജോർ പള്ളി, അങ്ങനെ അനവധിയായ ദേവാലയങ്ങൾ, ആയിരക്കണക്കിന് ദേവാലയങ്ങളൊക്കെ ഉള്ള പള്ളിയാണ്. അവിടെ വെച്ച് 2 ഉഗ്രശക്തികൾ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം നാമവിശേഷമാകും. നമുക്കറിയാം, മനുഷ്യൻ ഇന്നും യുദ്ധവെറിയന്മാരായി മാറിക്കൊണ്ടിരിക്കുക. രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയാണ്, മനുഷ്യനെ കൊന്നൊടുക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതാ 2-ാം ലോക മഹായുദ്ധത്തിൽ നടന്ന വലിയൊരു അത്ഭുത കഥയാണ് കൊർണേലിയൂസ് പിതാവ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇത് 12-ാം പിയൂസ് പാപ്പയുടെ കാലത്ത് നടന്നത്. പാപ്പ ക്രൈസ്തവ സിരാ കേന്ദ്രത്തിൻ്റെ സകലതും തകർക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പാപ്പ നേതാക്കന്മാരോട് അപേക്ഷിച്ചു, സഹോദരങ്ങളെ, നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് റോമ പട്ടണത്തെ ദയവായിട്ട് ഒഴിവാക്കണം, ഈ യുദ്ധം നിർത്തണം. പാപ്പ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ എന്തായാലും തിരഞ്ഞെടുത്തു, എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. 12-ാം പിയൂസ് പാപ്പ പല ആവർത്തിയാണ്, പല തവണയാണ് അവരോട് അപേക്ഷിച്ചത്. എന്നാൽ അവർ പിന്മാറിയില്ല. റോമ നഗരവാസികളെല്ലാം തന്നെ ഭയവിഹുലരായി. അവർ കരയാൻ തുടങ്ങി. ആ കെട്ടിടങ്ങളും അതുമാത്രമല്ല നശിക്കുക, അവരെല്ലാവരും മരിക്കും. അപ്പോൾ പാപ്പയുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. 12-ാം പിയൂസ് മാർപ്പാപ്പ ഉടനെ ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഉടനെ ചെയ്തത് ആ നഗരത്തെ സമാധാന രാജ്ഞിയായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. വലിയൊരു സ്വർഗത്തിൻ്റെ വലിയൊരു ആയുധമെടുത്ത് പാപ്പ 12-ാം പിയൂസ് പാപ്പ ഉപയോഗിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് റോമ നഗരത്തെ പ്രതിഷ്ഠിക്കുന്നു. ഇതാ കേരള സഭ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ പോകുമ്പോൾ ഈ സംഭവം നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെയും തളർച്ചകളെയും ക്ഷീണങ്ങളെയും ധാർമ്മിക അധപ്പതനങ്ങളെയും വിശ്വാസ തകർച്ചകൾക്കെതിരെയെല്ലാം KCBCയുടെ നേതൃത്വത്തിൽ നാം പടപൊരുതുമ്പോൾ, ഷാലോം TVയോടൊപ്പം പരിശുദ്ധ അമ്മയുടെ മുറുകെ പിടിക്കുമ്പോൾ, ഇതാ 12-ാം പിയൂസ് പാപ്പയുടെ ജീവിതത്തിൽ റോമ നഗരത്തെ ഉഗ്രശക്തികളിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചു.
അങ്ങനെ സമയമായി. സമാധാനരാജ്ഞ മറിയത്തെ പ്രതീക്ഷിച്ചു. അവർ മാതാവിൻ്റെ അടുത്ത് അഭയം തേടി. 2 വിഭാഗങ്ങളും റോമിൽ പോരാട്ടം ആരംഭിക്കാൻ തയ്യാറായി. നഗരവാസികളെല്ലാം ഭയവിഹുലരായി, അസ്വസ്ഥരായി. ഇതാ ഇന്ന് രാത്രി ഇവിടെ ആ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ആ യുദ്ധം ചെയ്യുന്ന സൈന്യങ്ങളുടെ തലവന്മാര് 12-ാം പിയൂസ് പാപ്പയോട് പറഞ്ഞു, പാപ്പ, ഇവിടെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല. ആയതിനാൽ ഞങ്ങൾ ഈ നഗരത്തെ ഒഴിവാക്കുകയാണ്. ഇവിടെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല. ഇതറിഞ്ഞപ്പോൾ റോമാ നിവാസികളെല്ലാം പിറ്റേ ദിവസം വത്തിക്കാൻ ചതുരത്തിലേക്ക് ഓടിയെടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ 12-ാം പിയൂസ് പാപ്പ നീണാൽ വാഴട്ടെ. പാപ്പ പറഞ്ഞു, നിശബ്ദരാക്. ഞാനല്ല റോമാ നഗരത്തെ രക്ഷിച്ചത്. എന്നിട്ട് മറിയത്തിന്റെ രൂപം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, പരിശുദ്ധ അമ്മയാണ്, പരിശുദ്ധ മറിയമാണ് റോമാ നഗരത്തെ രക്ഷിച്ചത്. കേരള സഭ ഇന്ന് ആഗ്രഹിക്കുന്നത്, കേരള സഭയിലെ ഇത്തരത്തിലുള്ള കോളിളക്കങ്ങള്, പൈശാചികമായിട്ടുള്ള ആക്രമണങ്ങള്, മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ആക്രമണങ്ങള്, കുടുംബ തകർച്ചകള്, വിവാഹ തകർച്ചകള്, ലൈംഗിക ആസക്തികളുടെ അതിപ്രസരങ്ങള്, ഈ മേഖലകളിൽ ആരുടെ അടുത്ത് അഭയം തേടും? ഇവിടെയാണ് KCBC ഇതാ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഒക്ടോബർ മാസത്തിലെ അവസാന ദിവസം കേരള സഭ മുഴുവനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കപ്പെടാൻ പോകുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ആവേ മരിയ. അപ്പോൾ 12-ാം പിയൂസ് പാപ്പയുടെ ജീവിതത്തിലെ സംഭവം ചൂണ്ടിക്കാണിച്ച് കൊർന്നേലിയൂസ് പിതാവ് പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ അടുത്ത് അഭയം തേടുന്നവരെ ജീവിതത്തിലെ ഏത് കോളിളക്കമാണെങ്കിലും ശരി, ഏത് മാരകമായ ശത്രുക്കളാണെങ്കിലും ശരി, ഏത് ശത്രുദോഷമാണെങ്കിലും ശരി, ഏത് സർപ്പദോഷമാണെങ്കിലും ശരി, അതിനെ അതിജീവിക്കാനുള്ള ആ ഒരു വലിയ കരുത്താണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമെന്ന് കൊർന്നേലിയൂസ് പിതാവ് 12-ാം പിയൂസ് പാപ്പയുടെ ജീവിതം ചൂണ്ടിക്കാണിച്ച് നമ്മെ പഠിപ്പിച്ചു. രണ്ടാമത്തെ സംഭവം കൊർന്നേലിയൂസ് പിതാവ് മറ്റൊരു പാപ്പയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധനായി ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പ 1981 മെയ് 13-ാം തീയതി വത്തിക്കാൻ ചതുരത്തിൽ വെച്ച് മതഭീകരൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് മാരകമായ വെടിവെച്ചപ്പെട്ട് ആ വെടിയേറ്റ് നിലം പതിച്ച് ശരീരം മുഴുവൻ തളരുന്ന അവസ്ഥ, നാവ് ചലിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്ത് പാപ്പയുടെ നാവ് ചലിച്ചു. ആദ്യമായി ഉച്ചരിച്ചത് മരിയ തോത്തുസ് തൂസും, മറിയമേ ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. കേരള സഭ ഈ ഒരു കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്നതാണ്, അമ്മേ മാതാവേ ഞങ്ങൾ പൂർണ്ണമായും അമ്മയുടേതാണ്. കൊർന്നേലിയൂസ് പിതാവ് ഈ സംഭവം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിങ്ങളാരും ഭയപ്പെടേണ്ട. വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ പാപ്പയ്ക്ക് ജീവൻ കൊടുത്ത പരിശുദ്ധ അമ്മ നമ്മോടൊപ്പം ഉള്ളപ്പോൾ മരണതുല്യമായ അവസ്ഥകളിൽ നിന്ന് നമുക്ക് മോചനമുണ്ട്. അതിനുള്ള ശക്തിയും അതിനുള്ള പ്രാർത്ഥനയുടെ മാധ്യസ്ഥ പ്രാർത്ഥന ശക്തി പരിശുദ്ധ അമ്മയുടെ കൈവശമുണ്ട് എന്ന് കൊർന്നേലിയൂസ് പിതാവ് നമ്മെ ചൂണ്ടിക്കാണിക്കുക. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് സൂസാകപ്പാക്യം പിതാവ് ഇങ്ങനെ മറിയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മറിയത്തിൽ ദൈവം വർഷിക്കുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞ് നമ്മിലേക്ക് പ്രവഹിക്കുന്നു. ഇപ്പൊ മറിയത്തിലൂടെ പ്രവഹിക്കുന്ന ആ വരങ്ങളും കൃപകളും അഭിഷേകവും പുതിയ ശക്തിയും നവീകരണ വരങ്ങളെല്ലാം തന്നെ സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നതാണ്. പരിശുദ്ധ അമ്മ ഒരു പുതിയ വെളിപാടായി, പുതിയ ചാനലായിട്ട് മാറുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ആയതിനാൽ മറിയം വണങ്ങപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
മറിയത്തിൻ്റെ അടുത്ത് അഭയം തേടുമ്പോൾ സഭയ്ക്ക് ലഭിക്കുന്ന പുതിയ ഊർജം എന്താണ്? ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖ പഠിപ്പിക്കുക. മറിയത്തെ വണങ്ങുമ്പോൾ സഭയെ സംഭവിക്കുന്ന അത്ഭുതം എന്താ? യേശു ശരിയായി അറിയപ്പെടും. ഹല്ലേലൂയ! യേശു ശരിയായി അറിയപ്പെടും. ഇന്ന് സഭ നേരിടുന്ന വെല്ലുവിളി കർത്താവിനെ കൃത്യമായിട്ട് അറിയാത്തതാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക്, ലോകത്തിൻ്റെ ശാപങ്ങൾക്ക് കാരണം, ഈ വഴിപിഴച്ചു പോകാൻ കാരണം, ഈ ഭിന്നതകൾക്ക് കാരണം, ഈ ധാർമ്മിക അധപ്പതനത്തിന് കാരണം, പ്രാർത്ഥനയിൽ മന്ദത നേരിടാൻ കാരണം, വചനപ്രഘോഷകരും വൈദികരും സന്യസ്തരും ആത്മായ പ്രേക്ഷിതരുടെയും പഴയ തീഷ്ണതകൾ മന്ദീഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം യേശു ശരിയായി അറിയപ്പെടാത്തത് കൊണ്ടാണ്. യേശുവിനെ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സഭയുടെ ആ പ്രമാണരേഖ, ജനതകളുടെ പ്രകാശം പഠിപ്പിക്കുന്നു, നീ പരിശുദ്ധ മറിയത്തെ വണങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ യേശു ശരിയായി അറിയപ്പെടുകയാണ്. രണ്ടാമത്തേത്, യേശു ശരിയായി സ്നേഹിക്കപ്പെടും. കൃത്യമായി കർത്താവ് വ്യവസ്ഥകളില്ലാതെ യേശുവിനെ സ്നേഹിക്കാനുള്ള, യേശുവിനെ തൻ്റെ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുവാനും ആദരങ്ങൾ കൊണ്ട് ഏറ്റുപറയുവാനും അവനെ ഹൃദയത്തിൽ വിശ്വസിക്കുവാനും ഉള്ള വലിയ ഒരു സ്നേഹം, സ്വർഗത്തിൻ്റെ സ്നേഹം, യേശുവിനോടുള്ള സ്നേഹം, ഇത് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ വണങ്ങപ്പെടുമ്പോഴാണെന്ന് നമ്മുടെ പ്രമാണരേഖ പഠിപ്പിക്കുക. ഇപ്പൊ കർത്താവിനോട് സ്നേഹമില്ലാത്ത മറ്റധികാരങ്ങൾക്ക് വേണ്ടി, പേരിനും പെരുമയ്ക്ക് വേണ്ടിയുള്ള, പണത്തിന് വേണ്ടിയുള്ള സ്നേഹം വരുമ്പോഴാണ് സഭയിൽ ഭിന്നതകളും അധികാര വടംവലികളുമെല്ലാം സംഭവിക്കുന്നത്. ക്രിസ്തുവിനെ ശരിയാം വിധം സ്നേഹിക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി നമ്മെ സഹായിക്കും. മൂന്നാമത്തേത്, യേശു ശരിയായി മഹത്വപ്പെടും. കർത്താവ് മഹത്വപ്പെടും. ഇപ്പൊ നമുക്കറിയാം, നമ്മളിലെ ഭിന്നതകള്, നമ്മളിലെ തർക്കങ്ങള്, നമ്മളിലെ വിശ്വാസ തകർച്ചകള് യഥാർത്ഥത്തിൽ അവഹേളിക്കപ്പെടുന്നത് ആരാ? ക്രിസ്തുവാണ് അവഹേളിക്കപ്പെടുന്നത്, ക്രിസ്തുവാണ് അപമാനിക്കപ്പെടുന്നത്. പൗലോസ്ലീഹയോട് ഈശോ ചോദിച്ചില്ലേ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ക്രിസ്ത്യാനി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ക്രിസ്തു തന്നെയാണ് പീഡിപ്പിക്കപ്പെട്ടത്. ആയതിനാൽ ഇന്ന് നാം പരസ്പരം കലഹിക്കുമ്പോൾ ലോകത്തിൻ്റെ മുൻപിൽ നാം അപമാനിക്കപ്പെടുക, നാം അവഹേളിക്കപ്പെടുക. യഥാർത്ഥത്തിൽ അപമാനിക്കപ്പെടുന്നത് ആരാ? ക്രിസ്തുവാണ്. യഥാർത്ഥത്തിൽ അവഹേളിക്കപ്പെടുന്നത് ആരാ? ക്രിസ്തുവാണ്. ഈ ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കുമെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുക. മൂന്നാമത്തേത്, യേശുവിൻ്റെ കൽപ്പനകൾ ശരിയായി അനുസരിക്കപ്പെടും. കർത്താവിൻ്റെ കൽപ്പനകള് അല്ലേ, എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുക, അതേപോലെ പരസ്പരം സ്നേഹിക്കുക. നാം ആരെല്ലാം ആയാലും സ്നേഹമില്ലെങ്കിൽ എല്ലാം ശൂന്യമാണ്. അതുകൊണ്ടാണ് സ്നേഹം സർവോത്കൃഷ്ടമെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിച്ചത്. നാം ഏത് ഭാഷകൾ സംസാരിച്ചാലും, ഏത് അധികാരത്തിൽ ഇരുന്നാലും, ഏതൊക്കെ നിലയിൽ എത്തിയാലും സ്നേഹമില്ലെങ്കിൽ അതെല്ലാം വട്ടപൂജ്യമാണ്. അതിനാണ് കവികൾ പാടിയത്, സ്നേഹത്തിനർത്ഥം വ്യസനമെന്നാണെന്ന് സ്നേഹിച്ചു ലോകത്ത് നിന്ന് പഠിച്ചു ഞാൻ. കുരിശിൽ തൂങ്ങിക്കിടന്ന് ചങ്ക് കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തു. ആ കൽപ്പനകള്, യേശുവിൻ്റെ കൽപ്പനകള്, ദൈവസ്നേഹത്തിൻ്റെ പരസ്നേഹത്തിൻ്റെ കൽപ്പനകള് ശരിയായി അനുസരിക്കപ്പെടുമെന്ന് പരിശുദ്ധ മരിയ ഭക്തിയിലൂടെ സാധ്യമാണെന്ന് പ്രമാണരേഖ ഇൻഡയറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അഞ്ചാമത്തേത്, യേശു ശരിയായി അനുകരിക്കപ്പെടും. വിശുദ്ധ ഫ്രാൻസിസ് അസീസി മറ്റൊരു ക്രിസ്തുവായി മാറിയതുപോലെ ഓരോ ക്രിസ്ത്യാനിക്ക് ലഭിച്ച വലിയ ദൈവവിളിയാണ് മറ്റൊരു ക്രിസ്തുവായി മാറാൻ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ ആതുര സേവനങ്ങൾ, നമ്മുടെ സോഷ്യൽ വർക്കുകൾ,
നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സഭ നടത്തുന്ന ഓരോ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം ലോകത്തിൻ്റെ മുൻപിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് മാറണം, കർത്താവുള്ള ശുശ്രൂഷകളായിട്ട് മാറണം. ആയതിനാൽ ശരിയായി യേശു അനുകരിക്കപ്പെടണമെങ്കിൽ, അതുകൊണ്ടാണ് KCBC കേരള സഭയെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അപ്പോൾ നാം ഇന്ന് പഠിക്കേണ്ട ഈ ഒരു പരിശുദ്ധ അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയിലൂടെ ഷാലോം TV ഈ ഒരു ആത്മീയ വിരുന്ന് നമുക്ക് ഒരുക്കുമ്പോൾ നാം തീരുമാനമെടുക്കണം, നമുക്ക് മറിയത്തെ അനുകരിക്കാം. ഈ കൃപകളെല്ലാം ഒഴുകാൻ കാരണം മറിയത്തിൻ്റെ വിശ്വാസ സമർപ്പണം ഒക്കെയാണ്. ആയതിനാൽ നമുക്ക് മറിയത്തെ അനുകരിക്കാം. രണ്ടാമത്, മറിയത്തെ നമുക്ക് സ്നേഹിക്കാം. മൂന്നാമത്, മറിയത്തെ നമുക്ക് പിഞ്ചെല്ലാം, നമുക്ക് മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടാം. അപ്പൊ ഈ മറിയത്തിൻ്റെ അഭിഷേകത്തിലൂടെ വലിയൊരു നവീകരണം നമുക്ക് വരാൻ സാധിക്കും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാ, മക്കളെ നമ്മളോട് പറയാ, സഭയോട് പറയാ, നിന്നെ അനുധാവനം ചെയ്യാൻ അവളെ അനുവദിക്കുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ടീച്ചിങ്. നിന്റെ വിശ്വാസ ജീവിതത്തെ, നിന്റെ സാമൂഹിക ജീവിതത്തെ, നിന്റെ ശാരീരികമായ അവസ്ഥകളെ അനുധാവനം ചെയ്യാൻ പരിശുദ്ധ അമ്മയെ അനുവദിക്കുക. ഒരു ക്രൈസ്തവന്റെ വിശ്വാസ യാത്രയിൽ പാപ്പയുടെ വാക്കുകളാണ്, പരിശുദ്ധ അമ്മ ശക്തമായ സാന്നിധ്യമാണ്, ഒഴിച്ചുകൂട്ടാനാകാത്ത സ്വർഗത്തിൻ്റെ മരുന്നാണ്. ഈശോയെ കഥനം നിറയുന്ന അനുദിന ജീവിതത്തിൽ, വെല്ലുവിളികൾ നിറയുന്ന, ഭയമുണ്ടാക്കുന്ന, വിഷമതകൾ നേരിടുന്ന, കഥനം നിറയുന്ന അനുദിന ജീവിതത്തിൽ അമ്മ സാന്നിധ്യത്തോളം ആശ്വാസം തരുന്ന മറ്റെന്താണുള്ളതെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ സഭയിലെ ഓരോ വ്യക്തികളോട് ചോദിക്കുക. നിന്റെ വേദനകളില്, നിന്റെ തളർച്ചകളില്, നിന്റെ കഷ്ടപ്പാടുകളില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോളം നിന്നെ ആശ്വസിപ്പിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിനക്ക് അഭിഷേകം തരുന്ന മറ്റെന്താണുള്ളതെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന ചാക്രിക ലേഖനത്തിലൂടെ ചോദിക്കുകയാണ്. ഒരാൾ എഴുതിയ ഒരു കവിത പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ആരാണ് അത് എഴുതിയതെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന, അമ്മേ എന്ന് വിളിക്കാനും അമ്മയെ പോലെ സ്നേഹിക്കാനും വാത്സല്യത്തോടെ ചേർന്നിരിക്കാനും നീ മാത്രമേയുള്ളൂ എൻ്റെ അമ്മേ. യഥാർത്ഥത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ, KCBCയുടെ നവീകരണ കാലഘട്ടത്തിൽ ഷാലോം TV നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ ഒരു ആത്മീയ അഭിഷേകത്തിലേക്കാണ്. അമ്മേ എന്ന് വിളിക്കാനും അമ്മയെ പോലെ സ്നേഹിക്കാനും, ദൈവത്തെ വാത്സല്യത്തോടെ ചേർന്നിരിക്കാനും, അമ്മയോടൊപ്പം വാത്സല്യത്തോടെ ചേർന്നിരിക്കാനും. അപ്പം നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ പിശാചുക്കൾ വരില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിപഴച്ചു പോകില്ല, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമയാവില്ല. നമ്മുടെ ആലഞ്ചേരി പിതാവ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയെ പഠിപ്പിക്കാനായിട്ട് KCBCയുടെ പ്രബോധനം അയച്ചു. നമ്മുടെ മക്കളെ മദ്യപാനത്തിൽ നിന്ന്, മയക്കുമരുന്നിൽ നിന്ന് രക്ഷിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് അപേക്ഷിച്ചു. നമ്മൾ ജാഗരൂകരാകണമെന്ന് പറഞ്ഞു. ആ ജാഗ്രതയുടെ ഏറ്റവും വലിയ ശക്തി കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മയെ കൊടുക്ക്, പരിശുദ്ധ മറിയത്തിൻ്റെ സ്നേഹം കൊടുക്ക്, പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഷേകം കൊടുക്ക്. അത് കത്തോലിക്ക സഭയുടെ വലിയ ഒരു ശക്തിയാണെന്ന് ഉള്ള വലിയ തിരിച്ചറിവ്. പറഞ്ഞ ഹല്ലേലൂയ. ദൈവീക സ്വരത്തിന് തൻ്റെ ജീവിതം കൊണ്ട് ഉത്തരം നൽകിയവളാണ് പരിശുദ്ധ അമ്മ. എന്തുകൊണ്ടാണ് സഭ നമ്മളിപ്പോഴും പരിശുദ്ധ അമ്മയുടെ സഹായം തേടുന്നത്? ദൈവീക സ്വരത്തിന് ഉത്തരം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. അവേ മരിയ പ്ലേന ദി ഗ്രാസിയ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഇൽ സിഞ്ഞോറെ കോൺതെ, ദൈവം നിന്നോടുകൂടെ, ലോ സ്പിരിറ്റോ സാന്റോ ഷെൻഡറ സുദിത്തെ, പരിശുദ്ധാത്മാവ് നിന്നിൽ വസിക്കും. ഈ ദൈവിക വെളിപാടുകൾക്ക്
ഈ ദൈവിക സ്വരത്തിന് തൻ്റെ ജീവിതം കൊണ്ട് ഉത്തരം കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭാ മക്കളെ, വൈദികരെ, സന്യസ്തരെ, അഭിവന്യ മെത്രാന്മാരെ, നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും, ഹല്ലേലൂയ, നമ്മൾ അനുവദിച്ചാലും ഇല്ലെങ്കിലും അവൾ നിന്റെ കൂടെ നടക്കും. കാരണം ഇത് സ്വർഗത്തിൻ്റെ കൽപ്പനയാണ്, അവൾക്ക് ലഭിച്ച കൽപ്പനയാണ്. യോഹന്നാൻ 18:27 ഇതാ നിന്റെ മകൻ. സ്വർഗം മറിയത്തിന് കൊടുത്ത കൽപ്പനയാ. ആയതിനാൽ നീ അനുവദിച്ചാലും ഇല്ലെങ്കിലും പരിശുദ്ധ അമ്മ നിന്റെ കൂടെ നടക്കും. കാരണം അവൾ സ്വർഗത്തിൻ്റെ കൽപ്പന സ്വീകരിച്ചവരാ. ദൈവകൽപ്പനകൾ സ്വീകരിക്കുന്നത് നന്മയാ, ദൈവകൽപ്പനകൾ ധിക്കരിക്കുന്നത് പാപമാണ്. ദൈവകൽപ്പനകൾ നിഷേധിക്കുമ്പോൾ സാത്താൻ പിടിമുറുക്കും. എന്നാൽ ദൈവകൽപ്പനകൾ അനുസരിക്കുമ്പോൾ യേശുവും സ്വർഗവും നിന്നിൽ വളരുകയും വലിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. പണ്ട് പാവപ്പെട്ട മനുഷ്യര് വലിയ കലങ്ങളിൽ വെള്ളം നിറച്ച് തലയിൽ വെച്ച് വീടുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വെള്ളം തുളുമ്പാതിരിക്കാൻ വേണ്ടി കുറച്ച് ഇലകൾ അതിൽ പറിച്ചിടുക പതിവാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും, നടക്കുമ്പോൾ കലത്തിലെ വെള്ളം തുളുമ്പി വസ്ത്രങ്ങളും ശരീരങ്ങളും നനയാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധ കോളിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ, നമ്മുടെ ജീവിതം തകരാതിരിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ ആ വെള്ളം തുളുമ്പി ശരീരം നനയുകയൊന്നുമില്ല. അതിനാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പോൾ ആറാമൻ പാപ്പ സീഞ്ഞും മാഗ്നും എന്ന അപ്പോസ്തലിക ലേഖനത്തിൽ മറിയം തിരുസഭയുടെ അമ്മ എന്നതിന് നൽകുന്ന വിശുദ്ധീകരണം ഇതാണ്: ദൈവം തൻ്റെ ഏകജാതൻ്റെ നിർമ്മല മാതാവായി തന്നെ അവളെ തെരഞ്ഞെടുത്തതാണെന്ന് ഗബ്രിയേൽ മാലാഖയുടെ ശബ്ദത്താൽ മറിയത്തിന് ഉറപ്പ് ലഭിച്ചു. അവൾ തന്നെ തൻ്റെ ദുർബല പ്രകൃതിയെ സകല ഊർജവും ഉപയോഗിക്കേണ്ടി വരുന്ന ജോലിക്ക് സംശയവും കൂടാതെ അവൾ സമ്മതം നൽകിക്കൊണ്ട്, അതുകൊണ്ടാണ് മറിയത്തിന് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള വലിയൊരു അഭിഷേകം ദൈവം കൊടുത്തതെന്ന് പോൾ ആറാമൻ പാപ്പ പഠിപ്പിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി. ആ നിമിഷം മുതൽ അവൾ പൂർണ്ണമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. സ്വർഗീയ പിതാവിൻ്റെയും തൻ്റെ പുത്രനായി തീർന്ന മനുഷ്യാവതാരം ചെയ്ത വചനത്തിൻ്റെ സേവനത്തിന് വേണ്ടി മാത്രമല്ല, മനുഷ്യവംശം മുഴുവൻ്റെയും സേവനത്തിനായി പരിശുദ്ധ അമ്മ തന്നെ സമർപ്പിച്ചു. ആവേ മരിയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ അമ്മയായി തീർന്ന അതേ കാരണത്താൽ മനുഷ്യവർഗം മുഴുവൻ്റെയും ശുശ്രൂഷ മറിയം ഏറ്റെടുത്തു എന്നാണ് പോൾ ആറാമൻ പാപ്പ തൻ്റെ അപ്പോസ്തലിക പ്രബോധനത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട മക്കളെ, ഈ നവീകരണ വർഷത്തിൽ ഈ അമ്മയ്ക്കൊരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയിൽ ഒരിക്കൽ കൂടെ നമ്മളെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. കേരള സഭ മുഴുവൻ ഒന്നാകെ ഒക്ടോബർ മാസം 31 പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. നമ്മുടെ കുഞ്ഞുമക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നമ്മുടെ പറമ്പ് അനുഗ്രഹിക്കപ്പെടട്ടെ. അത്തരത്തിലുള്ള വലിയ അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ. ഈ അഭിഷേകത്തിനായി ഇതാ കർത്താവായ യേശുവിൻ്റെ അടുത്തേക്ക് നമുക്ക് അഭയം തേടാം. ഈശോയുടെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് വലിയൊരു കൃപകൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ആമേൻ. ആരാധന 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 ആരാധന
ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിൻ ഇടയനെ ആരാധന ഇസ്രായേലിൻ രാജനെ ആരാധന 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 എല്ലാവരും പാടിക്കണം. കരങ്ങൾ ഈശോയ്ക്ക് വീശിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെ ആരാധിച്ചുകൊണ്ട് എല്ലാ മക്കളും പാടിക്കും. യേശുവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധന ആരാധന ഹല്ലേലൂയ 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 എല്ലാ മക്കളും പാടിക്കോ. എല്ലാ മക്കളും നമ്മുടെ ഭവനങ്ങളിലേക്ക് ഈശോ കടന്നു വരുന്ന നിമിഷമാണ്. കർത്താവിന്റെ വലിയൊരു ആശീർവാദം ലഭിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നമ്മുടെ എല്ലാ ആകുലതകളും മാറുന്ന നിമിഷമാണിത്. ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുക. മക്കളെ, യേശുവിനെ നോക്കുവിൻ, കർത്താവിനെ നോക്കി ആരാധിക്കുവിൻ, ഈശോയെ സ്തുതിക്കുവിൻ. ഹല്ലേലൂയ 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 കരങ്ങൾ കൂപ്പി പിടിച്ച് അബ്രാന്റെ മുൻപില് ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും ആദരവോടെ നമ്മളെല്ലാവരെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മുൻപില് ഏറ്റവും എളിമപ്പെട്ട് നമുക്കായിരിക്കാം. മക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശാലോം ശുശ്രൂഷയിലൂടെ അമ്മയ്ക്ക് ഒരു പുഷ്പകിരീടം എന്ന ശുശ്രൂഷയില് പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകിയ ദൈവത്തിന്റെ പുത്രനായ ഈശോ, സജീവനായ ദൈവത്തിന്റെ പുത്രൻ, ഇതാ ഒരിക്കൽ കൂടെ പരിശുദ്ധ കുർബാനയില് സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുക. മക്കളെ, നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കിടപ്പ് രോഗികളും മറ്റെല്ലാ രോഗപീഠകൾ അനുഭവിക്കുന്നവരെല്ലാം ഈ നിമിഷം കർത്താവിനെ നോക്കുക, തിരുവോസ്തിയിൽ നോക്കുക. യേശു സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുക. ദൈവത്തിന്റെ പുത്രൻ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, തലവേദന, തലകറക്കം, മരവിപ്പ്, ആകുലതകള്, തൊണ്ടവേദനകള്, ശരീരത്തിലെ എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളെയും എല്ലാ തിന്മകളെയും ആസക്തികളെയും, കുടുംബത്തിലെ മദ്യപാനത്തിന്റെ, മയക്കുമരുന്നിന്റെ എല്ലാ വിധത്തിലുള്ള ബന്ധനങ്ങളെയും, കലഹത്തിന്റെ ദുരാത്മാക്കളെയും, വിവാഹ തകർച്ചകളെയും ഒക്കെ എടുത്തു മാറ്റാൻ സാധിക്കുന്ന ഈശോയാണ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഭക്തിയോടെ ഈശോയെ ഒന്ന് നോക്കിയാൽ മാത്രം മതി, നിന്റെ കുടുംബം ഇന്ന് രക്ഷപ്പെടും. കാനായിലെ കല്യാണ വീട്ടില് പരിശുദ്ധ അമ്മ വേദന അനുഭവിച്ച ആ കുടുംബത്തെ ഈശോയുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. ഈശോയുടെ സഹായമാണ് പരിശുദ്ധ അമ്മ അഭ്യർത്ഥിച്ചത്. ഉടനെ ആ ഭവനത്തിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനങ്ങളാണ്. ജപമാല യജ്ഞത്തിലൂടെ
ലോകം മുഴുവനുമുള്ള മലയാളികള് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വെറുതെ ഇരിക്കാനാവില്ല. പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഈശോ തന്നെയാണ് പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായിട്ട് തന്നത്. നമ്മളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ടെടുത്ത് ഉയർത്തിയത് ഈശോയാണ്. ആയതിനാൽ പരിശുദ്ധ അമ്മ എന്ത് ചോദിച്ചാലും ഈശോയ്ക്ക് അത് നൽകാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കേരളത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ആയിരക്കണക്കിന് ആൾക്കാർ ഓടിക്കൂടുന്നത്. ലൂർദിലും ഫാത്തിമയിലും എല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുനാമത്തിൽ സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രാർത്ഥനയുടെ ഫലമാണ്. കേരള സഭ പരിശുദ്ധ അമ്മയിൽ അഭയം തേടുന്ന നിമിഷങ്ങളാണ്. കേരള സഭയുടെ എല്ലാ മുറിവുകളെയും, എല്ലാ ആഭ്യന്തരവും പുറത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഈശോയുടെ അടുത്തേക്ക് സമർപ്പിക്കുക. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടെ കേരള സഭയെ പെന്തക്കോസ്താ ശാലയിലേക്ക് എടുത്ത് നമ്മൾ ഉയർത്താൻ പോവുക. പരിശുദ്ധ അമ്മയോടൊപ്പം കേരള സഭ അപ്പോസ്തലന്മാരെ പോലെ പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷമാണ്. അങ്ങനെ പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പോസ്തലന്മാര് പ്രാർത്ഥിച്ച നിമിഷങ്ങളിലാണല്ലോ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ മേൽ വരുന്ന, സഭയുടെ മേൽ വരുന്ന, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി എല്ലാവരും ദാഹിച്ച മക്കളെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈശോ രോഗികളെ സുഖപ്പെടുത്തിയത്, പിശാചബാധിതരെ സുഖപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഈശോ പാപങ്ങൾ മോചിച്ചത്, എല്ലാ ജനത്തിനും പുതിയ ബോധ്യങ്ങൾ കൊടുത്തത്, വചന പ്രഘോഷണം നടത്തിയത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ആയതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കാം. ഭാഷ വരെ നൽകുന്ന, രോഗശാന്തി വരെ നൽകുന്ന, ഡെലിവറൻസിന്റെ വരെ നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും പരിശുദ്ധാത്മാവിന്റെ കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന എല്ലാ കൃപകളും വരങ്ങളും സഭയുടെ മേൽ ഒരിക്കൽ കൂടെ കത്തി ജ്വലിക്കുന്നതിന് വേണ്ടി ഒരൊറ്റ സ്വരത്തില് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കേരള സഭ മുഴുവനും ഒറ്റക്കെട്ടായി നമ്മുടെ പിതാക്കന്മാരോടൊപ്പം ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ പെന്തക്കോസ്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഡെലിവറൻസ് ലഭിക്കട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ആകുലതകളെ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ. നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേക, അഭിഷേകം. തിരുസഭയിൽ നിറയണമേ. ഹല്ലേലൂയ. ഈശോ, നിറഞ്ഞു കവിയണമേ. ഈശോയേ, കവിഞ്ഞൊഴുകണമേ. പ്രിയപ്പെട്ട മക്കള്, നമ്മുടെ മെത്രാന്മാരെ സമർപ്പിക്കുകയാണ്. നമ്മുടെ കർദിനാൾമാരെ ഇന്ന് പ്രത്യേക സമർപ്പിക്കുകയാണ്. നമ്മുടെ ആലഞ്ചേരി പിതാവിനെയും ക്ലീമീസ് പിതാവിനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കർദിനാൾമാരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ.
കേരള സഭയുടെ രാജകുമാരന്മാരായി ഉയർത്തപ്പെട്ടവരാണ്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ ഓ, ദാസരിൽ നിറയണമേ. ഹല്ലേലൂയ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ മെത്രാന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ എല്ലാ മെത്രാന്മാരും ഒരു പുതിയ അഭിഷേകത്തിലേക്ക് എടുത്ത് ഉയരട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് എല്ലാ മെത്രാന്മാരുടെ മേൽ, കേരള സഭയുടെ മേൽ ഒറ്റക്കെട്ടായി പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് കേരള സഭയെ ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ, മലയാളികളുടെ വിശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് എല്ലാ മെത്രാന്മാരെയും പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്നവരെ, അവരുടെ മേൽ ഇറങ്ങി വന്നവരെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ വൈദികർക്ക്, സന്യസ്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവൻ പ്രേക്ഷിത ശുശ്രൂഷ ചെയ്യുന്ന അനേകായിരം മലയാളികളായ വൈദികരും സന്യസ്തരുമുണ്ട്. കർത്താവെ, ആഗോള സഭയിലെ പൗരോഹിത്യത്തിനും സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോട് ഒപ്പം തന്നെ കേരള സഭയിലെ എല്ലാ വൈദികരുടെ മേല്, എല്ലാ സന്യസ്തരുടെ മേല് പരിശുദ്ധാത്മാവിന്റെ ഒരു പുത്തൻ അഭിഷേകം വന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ. നിറയട്ടെ ഈശോയെ. നിറഞ്ഞു കവിയണമേ. കവിയട്ടെ ഈശോയെ. കവിഞ്ഞൊഴുകണമേ. കർത്താവേ, ഞങ്ങളുടെ അൽമായരായ വചന പ്രഘോഷകര്, കൗൺസിലർമാര്, ശുശ്രൂഷകര്, വചന പ്രഘോഷണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നവര്, വിവിധ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവര്, കർത്താവേ, ഞങ്ങളുടെ ആത്മായ പ്രേക്ഷിതരായിട്ടുള്ള വചന പ്രഘോഷകര്, വചന ശുശ്രൂഷകര്, എല്ലാ സ്ഥലങ്ങളിലുമുള്ളവര്, ധ്യാന കേന്ദ്രങ്ങളിലുള്ളവര്, ഇടവകളിലെ പ്രാർത്ഥന കൂട്ടായ്മകള്, എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. കേരള സഭയിലെ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, തിരുസഭയിൽ നിന്ന് വേർപെട്ടു പോയ, തിരുസഭയിൽ നിന്ന് തെറ്റിപ്പോയ തെറ്റായ ബോധ്യങ്ങൾക്ക്, പഠനങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് വേർതിരിഞ്ഞു നിൽക്കുന്ന എല്ലാ മക്കളെയും കൂട്ടിയോജിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഫ്രാൻസിസ് പാപ്പയോടൊപ്പം തന്നെ സിനഡിന്റെ കാലഘട്ടത്തിൽ എല്ലാ മുറിവുകളും ഉണക്കപ്പെടുവാൻ ഞങ്ങളുടെ കേരളം മുഴുവനുമുള്ള എല്ലാ കത്തോലിക്ക കുടുംബങ്ങളുടെ മേൽ, അതോടൊപ്പം തന്നെ ദൈവവിശ്വാസികളായ എല്ലാ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ ദാസരിൽ നിറയണമേ. നിറഞ്ഞു കവിയണമേ. കവിഞ്ഞൊഴുകണമേ. വളരെ പ്രത്യേകമാവിധം ഞങ്ങൾ എല്ലാ യുവതിയുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആധുനിക കാലഘട്ടം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികളുടെ കാലഘട്ടമാണ്. അവർക്ക് വഴിതെറ്റിപ്പോകാനായി അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടമാണ്. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, യഥാർത്ഥ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് കത്തോലിക്ക സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ശരിയായ ബോധ്യങ്ങളിലൂടെ വളർന്ന് ഒരുപാട് ദൈവവിളികൾ ഞങ്ങളുടെ യുവജനങ്ങളുടെ മേൽ സംഭവിച്ച് അനേകം പ്രേക്ഷിതര് ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തമായൊരു അഭിഷേകം ഞങ്ങളുടെ യുവജനങ്ങൾക്ക്, കുഞ്ഞുമക്കൾക്കും ഈ നിമിഷം ലഭിക്കുന്നതിന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നിറങ്ങട്ടെ. മാതാവേ, ഞങ്ങളെല്ലാവരും ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണമേ. കേരള സഭയെ പെന്തക്കോസ്ത് ശാലയിലേക്ക് കൂട്ടണമേ.
പ്രിയപ്പെട്ട മക്കളെ, പുതിയൊരു ജനനം നമ്മൾ ആഗ്രഹിക്കുക, പുതിയൊരു നവീകരണം ആഗ്രഹിക്കുക, ഒരു പുത്തൻ അഭിഷേകം ആഗ്രഹിക്കുക, പുത്തൻ കൃപകളും വരങ്ങളും ആഗ്രഹിക്കുക. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവ ഇറങ്ങി വരും. രോഗികൾക്ക് സൗഖ്യമായി ഇറങ്ങി വരും. ഡെലിവറൻസ് വേണ്ടവർക്ക് ഡെലിവറൻസ് ആയി ഇറങ്ങി വരും. കാരണം നമ്മുടെ മധ്യേ പരിശുദ്ധ കന്യകാ മറിയത്തിലൂടെ ജനിച്ച ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയില് ഈ കൂദാശയില് എഴുന്നള്ളി വന്നിരിക്കുമ്പോൾ നാം എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. അപ്പൊ പുതിയൊരു ജനനത്തിനായി, പുതിയൊരു അഭിഷേകത്തിനായി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം മക്കളെ. പുതിയൊരു ജനനം നൽകും യേശുവേ, പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ. പുതിയൊരു ശക്തിയിൽ ഉണരാ, സഭയ്ക്ക് പുതിയൊരു ഉണർവ് നീ ചൊരിയണമേ. ഈശോ, പുതിയൊരു ജനനം നൽകും കർത്താവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുതിയൊരു ശക്തിയിൽ ഉണരാ, ഉണരട്ടെ കർത്താവേ. നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, ഈശോ, ആമേൻ ആമേൻ. ദാസരിൽ നിറയണമേ, എല്ലാ മക്കളുടെ മേൽ നിറഞ്ഞു കവിയണമേ, ഈശോയേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഈശോ ഈശോ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയ്ക്കൊരു പുഷ്പകിരീടമെന്ന ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ബോധ്യം, നാം അനാഥരല്ല. നമുക്കൊരു അമ്മയുണ്ട് സ്വർഗത്തില്. ആ അമ്മ നമ്മളെ തമ്പുരാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ആ പരിശുദ്ധ അമ്മ നമ്മെ തമ്പുരാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്ത് തന്നെ കഷ്ടതകളിലായാലും, എന്ത് തന്നെ രോഗപീഠകളായാലും, ഏത് തരം അസ്വസ്ഥതകളായാലും, കടബാധ്യതകളാൽ നട്ടം തിരിയുമ്പോഴും അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് നാം അമ്മയുടെ അടുത്തേക്ക്, പരിശുദ്ധ മറിയത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അവിടെ നമ്മെ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സുതൻ കർത്താവായ ഈശോ സത്യമായിട്ട് അവിടെ ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കുന്നത്. ദൈവം വെറും കൈയോടെ പറഞ്ഞയക്കില്ല. പരിശുദ്ധ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് വീഴുമ്പോൾ സ്വർഗം ആ നിലവിളി കേൾക്കുന്നത്. അത്രമാത്രം ദൈവം പരിശുദ്ധ മറിയത്തിന് വില നൽകിയിട്ടുണ്ട്, അത്രമാത്രം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്വർഗത്തിന്റെ താക്കോലായി പരിശുദ്ധ അമ്മ മാറുന്നത്, വാതിലായി മാറുന്നത് ഈ ഒരു അഭിഷേക നിമിത്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടെ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാഷാപരമുള്ള മക്കള് ഭാഷാപരത്തിൽ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. എല്ലാ കുടുംബങ്ങളും സ്തുതിക്കട്ടെ. നിങ്ങളുടെ സങ്കടങ്ങൾ, ആകുലതകൾ, വേദനകൾ, രോഗങ്ങൾ, എല്ലാ കടബാധ്യതകൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ, കല്യാണ തടസ്സങ്ങൾ, ഭവനമില്ലാത്ത അവസ്ഥകളെല്ലാം കർത്താവ് യേശുവിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, പരിശുദ്ധ അമ്മയുടെ നാമത്താലാണ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈശോയെ, അതെന്തുമാത്രം നിന്നെ സന്തോഷിപ്പിക്കുന്നു, എന്തുമാത്രം സന്തോഷമാണ് ഈശോയെ സ്വർഗത്തിൽ അനുഭവപ്പെടുന്നത്. എൻ്റെ കർത്താവേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കേരള സഭ മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകങ്ങൾ, ഉണർവുകൾ ഞങ്ങൾക്ക് നൽകണമേ. വചനാഭിഷേകം കൊണ്ട് കേരള സഭ ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ, ലൂർദില്, ഫാത്തിമയില്, പരിശുദ്ധ അമ്മയുടെ പേര് കേട്ട കേരളത്തിലെ എല്ലാ ദേവാലയങ്ങളിലും ദൈവജനം ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ രോഗശാന്തികൾ കിട്ടുക. പ്രിയപ്പെട്ട മക്കളെ, ഈ നിമിഷം രോഗസൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ കുടുംബങ്ങളെ വിഷമിപ്പിക്കുന്ന
പല വിധത്തിലുള്ള മാറാ രോഗങ്ങളാൽ നാം കഷ്ടപ്പെടുകയാണ്. കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ രോഗം വിട്ടുമാറട്ടെ. എല്ലാരും പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. തലവേദന വിട്ടുമാറട്ടെ, ഹല്ലേലൂയ. തലകറക്കം വിട്ടുമാറട്ടെ, ഹല്ലേലൂയ. മാരകമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, ഹല്ലേലൂയ. കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിട്ടുമാറട്ടെ, ചെവിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിട്ടുമാറട്ടെ, തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വിട്ടുമാറട്ടെ, തൊണ്ടവേദനകൾ വിട്ടുമാറട്ടെ, വായിലെ പുണ്ണുകൾ വിട്ടുമാറട്ടെ, ശബ്ദ ഇടർച്ചകൾ വിട്ടുമാറട്ടെ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബഹിഷ്കരിക്കുന്നു, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ബഹിഷ്കരിക്കുന്നു, ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകട്ടെ, ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, അലർജി സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, എല്ല് വേദനകൾ, എല്ല് പൊട്ടലുകൾ മാറിപ്പോകട്ടെ, കൈ തളർച്ചകൾ മാറിപ്പോകട്ടെ, അസ്വസ്ഥതകളെല്ലാം മാറിപ്പോകട്ടെ, ഗർഭപാത്ര സംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ, കൈകാലുകളുടെ നിലത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ, പാരമ്പര്യ രോഗങ്ങളെ ബന്ധിക്കുന്നു, പാരമ്പര്യ രോഗങ്ങളെ ശാസിക്കുന്നു, പാരമ്പര്യ രോഗങ്ങളെ ബഹിഷ്കരിക്കുന്നു, എല്ലാവിധ തിന്മകളെ ബഹിഷ്കരിക്കുന്നു, സമാധാനമില്ലാത്ത അവസ്ഥകളെ ബഹിഷ്കരിക്കുന്നു, എല്ലാവിധ രോഗപീഠകളെ ബഹിഷ്കരിക്കുന്നു. കിടപ്പ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കിടപ്പ് രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ, ഉറങ്ങാത്ത മുറിവുകൾ ഉണങ്ങട്ടെ, കടബാധ്യതകൾ വിട്ടുമാറട്ടെ, എല്ലാവിധത്തിലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ, പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, കടബാധ്യതകൾ വിട്ടുമാറട്ടെ, തൊഴിൽ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ, പറമ്പിന്റെ മേലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് മക്കളെ. അഭിഷേകം നിറയട്ടെ, ഈശോ ഈശോ, ബന്ധനം തകരട്ടെ, ആമേൻ. അഭിഷേകം നിറയട്ടെ, ഈശോ ഈശോ, വിടുതൽ വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ, പാവ പാവ, വിടുതൽ വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോൾ മാറാ രോഗികൾ സുഖപ്പെടട്ടെ, കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോൾ മാറാ രോഗികൾ സുഖപ്പെടട്ടെ, രോഗപീഠകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, രോഗപീഠകൾ നീങ്ങിടട്ടെ, അത്ഭുത ശക്തി നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ, വിടുതൽ വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ, വിടുതൽ വിടുതൽ, യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കർത്താവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു റാഡിക്കലായിട്ടുള്ള വലിയൊരു മാറ്റം ഞങ്ങൾക്ക് ലഭിക്കണം. കർത്താവേ, ഞങ്ങളുടെ രോഗങ്ങൾ വിട്ടുപോകുമ്പോൾ, ഞങ്ങളുടെ തളർച്ചകൾ മാറുമ്പോൾ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബലപ്പെടുത്തണമേ. ഈശോയെ അങ്ങിൽ ആശ്രയിക്കുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് കിട്ടണം. കേരള സഭ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുവാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവ് ഈശോയെ, എല്ലാ വിധത്തിലുള്ള ആകുലതകളെയും ആശങ്കകളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈശോയെ ആരാധിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ആശങ്കകളും ആകുലതകളും വിട്ടുപോകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ കേരള സഭയെ, ലോകം മുഴുവനുമുള്ള എല്ലാ മലയാളികളായിട്ടുള്ള മക്കളെ, ലോകം മുഴുവനുള്ള സാർവത്രിക സഭയെ, ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായെ, എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അൽമായരെയും ഒരിക്കൽ കൂടെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മ മാതാവിൻ്റെ സഹായം തേടിക്കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട്
ഞങ്ങളെ സമർപ്പിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, റിയ 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 റിയ. യേശുവേ. കേരള സഭയ്ക്ക് വേണ്ടി സ്തുതിച്ചോ മക്കളെ, ഭാരത സഭയ്ക്ക് വേണ്ടി സ്തുതിച്ചോ, സാർവത്രിക സഭയ്ക്ക് വേണ്ടി സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുത്തൻ അഭിഷേകം എന്നിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, പരിശുദ്ധാത്മാവെ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കിപ്പോഴും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും പ്രാർത്ഥിച്ചോ, എന്ത് നിയോഗം വേണമെങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചോ. കാനായിലെ കല്യാണ വീട്ടില് അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വന്നതുപോലെ ഇന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ അത്യുന്നതന്റെ ശക്തി ഇറങ്ങി വരാൻ പോകുക, അത്ഭുത ശക്തി ഇറങ്ങി വരാൻ പോകുക. മക്കളെ, എളിമയോടെ തീഷ്ണതയോടെ നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. അനുഗ്രഹിക്കണമേ യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ യേശുവേ, അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ യേശുവേ, അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.